going to try the Mumbai special vada pav. ഈ ചിത്രങ്ങളോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് കാണാൻ പറ്റിയ സ്പോട്ടാണ്. രണ്ട് പാവും ഒരു ബജ്ജിയും കൂടെ വരുമ്പോഴത്തേക്ക് 160 രൂപ. പടയപ്പ വിളിക്കുന്നുണ്ടോ? പലതരം റോക്കറ്റിന്റെ എവല്യൂഷൻ ഓഫ് റോക്കറ്റ്സ്. ഇവിടെ ഒരു ഫ്രണ്ട് വരാണ്ടേ, ജിഷ്ണു എൻ്റെ കൂടെ കേരള സന്ദർശിച്ച് പഠിച്ചു, നാട്ടുകാരനാണ്. The cheapest way of traveling. അതാണ് ഏറ്റവും കുറഞ്ഞ പൈസക്ക് എങ്ങനെ മുംബൈ കറങ്ങാം, ലോ ബഡ്ജറ്റ്. 24 hours യാത്ര തുടങ്ങിയിട്ട് ആകെ വന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 800 രൂപേൻ്റെ അടുത്താണ്, ഇൻക്ലൂഡിങ് ട്രെയിൻ ടിക്കറ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും അവിടെ തിരിയാണ്. നല്ല AC ബസ്സാണ്, കാര്യങ്ങൾ സെറ്റാണ്. The Great Taj Hotel. അതിൻ്റെ ഫ്രണ്ട് നമ്മളുള്ള കേട്ടോ. ആ കാണുന്നതാണ് നമ്മുടെ ഗേറ്റ് ഓഫ് ഇന്ത്യ. So going to try the Mumbai special vada pav. നമ്മൾ ഇത്രയും നാള് കാത്തിരുന്നൊരു ഐറ്റം ഇതാണ്, ഇത്രയും നേരം കാത്തിരുന്ന ഐറ്റം ഇതാണ്, വടാ പാവ് കഴിക്കണം എന്നൊരു ഇതിൻ്റെ പുറത്തായിരുന്നേ. കൊള്ളാം, നല്ല രസം കേട്ടോ. യൂഷ്വലി നമ്മൾ ബെൽഗാമിൽ നിന്ന് കഴിച്ച പോലത്തെ ഒരു വടാപ്പാവല്ല, കുറച്ചുകൂടി സ്പൈസിയറാണ്. നല്ല സൈസും ക്വാളിറ്റി ഉണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. സോ ദാറ്റ്സ് വാട്ട് ഈസ് സെഡ്, മുംബൈ വടാപ്പാവ് ഈസ് സ്പെഷ്യൽ കമ്പയറിംഗ് വിത്ത് അതേഴ്സ്. നമ്മളിപ്പോൾ ഒരു 250 രൂപേൻ്റെ ബസ് പാസ് എടുത്തിട്ടുണ്ട്, ഫുൾ മുംബൈ അവർ കറക്കുമെന്നാണ് പറഞ്ഞത്. നോക്കാം നമുക്ക് എന്തായാലും എങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ. നമ്മുടെ പാക്കേജിൽ നമ്മൾ ഫസ്റ്റ് കൊണ്ട് ഇറക്കിയിട്ടുണ്ടല്ലോ, ജഹാംഗീർ ആർട്ട് ഗാലറിയിലേക്കാണേ. അവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല, ഫ്രീ എൻട്രി ആണ്. കുറച്ച് ചിത്രങ്ങൾ, ഈ ചിത്രങ്ങളോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് കാണാൻ പറ്റിയ സ്പോട്ടാണേ. എനിക്കൊന്നും കയറി മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നു. നമുക്ക് അത്രയും അതിനെക്കുറിച്ചുള്ള സെൻസ് ഉള്ളൂ, ഈ ആർട്ട് ഫോംസിനെ കുറിച്ചൊക്കെ ഉള്ളത്. ഓക്കെ, നമുക്ക് അടുത്തൊരു മ്യൂസിയം ഉണ്ട്, മ്യൂസിയത്തിലേക്ക് കൂടെ പോയി വരാം. മ്യൂസിയത്തിലെ ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞേ, അപ്പോൾ മ്യൂസിയത്തിലും കൂടെ പോയി കറങ്ങിയിട്ട് വരാവേ. സോ അടുത്ത് നമ്മൾ വന്നേക്കുന്നത് ദ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് മുംബൈ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി. 1804 സ്ഥാപിതമായതാണ്. 1804 ഈ ഒരു സെക്ഷൻ. അതിന് പുറത്തൊരു പടുകൂറ്റൻ ബിൽഡിംഗ് ഉണ്ട്. പക്ഷേ എനിക്ക് ആ പാക്കേജിൻ്റെ കാര്യം ഇഷ്ടപ്പെട്ടു കേട്ടോ. പാക്കേജിൻ്റെ ഇത് 250 രൂപയ്ക്ക് അവർ കൊണ്ടുപോയി എല്ലാ സ്ഥലങ്ങളും കാണിക്കുന്നുണ്ട്. പക്ഷേ ഗൈഡ് അടിപൊളിയാണ്, പുള്ളിക്കാരൻ നല്ല രീതിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, നല്ല വൃത്തിക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. സോ ഇറ്റ്സ് വർത്ത് ഫോർ ദാറ്റ് പ്രൈസ്. 250 രൂപയ്ക്ക് നല്ല വർത്താണ്. സോ ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇഷ്ടംപോലെ സിനിമയിലൊക്കെ വന്ന സ്പോട്ട് കേട്ടോ. ഇഷ്ടംപോലെ സിനിമ, കുറേ ഹിന്ദി സിനിമയിൽ ഈ സ്പോട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഗൈഡ് ഒരു രക്ഷയില്ല കേട്ടോ, പുള്ളി വൈബ് പുള്ളിയാണ്.
പുള്ളിക്കാരൻ നോക്കിയിട്ട് പറഞ്ഞത് സൂം ചെയ്ത് നോക്കിയാൽ മതി, നിതാകുമ്പോൾ ചിലപ്പം തുണി വിരിച്ചെടുത്തുണ്ടാവുന്നത്. ചങ്ങായി വൈബാണ്. तो कितना था भैया? कितना है? कितना? 50. एक दे दो भैया. ഫസ്റ്റ് പണി കാണുന്നേട്ടോ. 50 രൂപ. എന്താന്ന് ഒരു ഐഡിയ ഇല്ല. 2-3 ഫ്ലേവർ ഉണ്ട്. എന്തായാലും ട്രൈ ചെയ്യുന്നു. ये कौन सा फ्लेवर है? ये राजभोग है। राजभोग तो राजभोग ऐसा बोले तो कौन सा फ्लेवर आता है? काजू बादाम आता है। काजू बादाम आता है और ये वाला पिस्ता. ये पिस्ता, ड्राई फ्रूट है, चॉकलेट है। सबके 50 है. 50। ठीक है, अभी ये ट्राई करेंगे. नाइस. നമുക്കിതെന്തായാലും ട്രൈ ചെയ്യാം. ഇതുവരെ കഴിച്ചിട്ടില്ല. അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറിക്കുവാണേ. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചില്ലായിരുന്നു. സമയം 3 മണിയായി. ഇപ്പം നമുക്ക് ലഞ്ചിൻ്റെ ബ്രേക്ക് തന്നേക്കുന്നത് 1 hour ബ്രേക്ക് തന്നിട്ടുണ്ട്. ഒരു ഹോട്ടലിൽ കയറുന്നുണ്ട്. പക്ഷേ ആംബിയൻസ് എന്താ വൃത്തിയൊക്കെ ഉണ്ട്. സ്റ്റാഫിൻ്റെ പെരുമാറ്റം പൊട്ടശോ. പിന്നെ കൊല്ലി റേറ്റ്. ഞാൻ പാവ് ബജി കഴിക്കാമെന്ന് വെച്ചാൽ വന്നതാണ്. 2 പാവ് ബജി, 2 പാവും ഒരു ബജിയും കൂടെ വരുമ്പോഴത്തേക്ക് 160 രൂപ. കത്തി റേറ്റ്. മീൻസ് 215 രൂപ. അതിൽ പറഞ്ഞ് ഇല്ല. സൗത്ത് വെജാണ്, നോൺ വെജ് അല്ല, വെറും വെജ്. അതിലും പിന്നെ വില കുറഞ്ഞത് വെജ് ബിരിയാണിയാണ്. വെജ് ബിരിയാണിക്ക് 195 രൂപ, അത് 200 രൂപ. ഓ, അതും അഡീഷണൽ, റൈറ്റൊക്കെ അഡീഷണലാണ്. കൊല്ലി റേറ്റ്. ഈ ഒരു അടുത്ത് വേറൊരു സ്പോട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലതാണ്. ഇത് നമ്മുടെ അംബാനീൻ്റെ വില്ലയില്ലേ, അതിൻ്റെ അടുത്തായിട്ടാണ്. ഇവിടെ നമുക്ക് അംബാനീൻ്റെ വില്ല കാണാൻ പറ്റും. പക്ഷെ ക്യാമറയിൽ അത്ര ഫോക്കസ് ആക്കി കിട്ടുന്നില്ല. കൊള്ളാം എന്തായാലും. കത്തി റേറ്റ് എന്താ ഇവിടെയാണ്, ഇവിടെ മാത്രമാണ് പറ്റിക്കപ്പെട്ടതെന്ന് തോന്നിയത് റേറ്റിൻ്റെ കാര്യത്തിൽ. ഭയങ്കര റേറ്റ് ആയിപ്പോയി. ബാക്കി ഫുഡ് കഴിച്ചിട്ട് പറയാം. ചാർജില്ല ക്യാമറയ്ക്ക്, 16% ഉള്ളൂ. എത്ര നേരം പറക്കാവുമെന്ന് അറിയത്തില്ല. ബാക്കി ഫുഡ് കഴിച്ചിട്ട് ഫുഡിൻ്റെ വിശേഷം പറയാവേ. അയ്യോ, ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഈ കറി അടിപൊളിയാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വയറ് പകുതി മുക്കാഭാഗത്തോളം നിറഞ്ഞു. ഇതാ ഇത്രയും റൈസ് ഉണ്ട്. അതിൽ കഴിക്കാനുള്ള ആംബിയറില്ല. ഒരു ഫുൾ താലി ഹെവിയാണ്. കറികളൊക്കെ കൊള്ളാം കേട്ടോ. കറികളെല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ്. ചോറും കൂടെ തന്നെ നമ്മൾ ഫുഡ് ഒന്നിക്കും വേസ്റ്റ് ആക്കാൻ പാടില്ല. അതിപ്പോൾ എത്രയായാലും മാക്സിമം കഴിച്ചു തീർത്ത് സെറ്റാക്കുന്നു. ചോറും കൂടെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുടെ അരി പഠിക്കാം. പരിപ്പറി രസമാണ്, സാമ്പാറാണെന്ന് മനസ്സിലാവില്ല കേട്ടോ. അതുപോലത്തെ ഒരു കറിയാണ്. എന്തായാലും രണ്ടും കൂടെ കൂട്ടി വെച്ചിട്ടുണ്ട്. എന്നാലും ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ പറയാം. അങ്ങനെ നമ്മൾ പാത്രം മൊത്തം കാര്യമാക്കി ചോറും കഴിച്ചു, റൊട്ടിയും കഴിച്ചു, പായസം കൂടെ ഉണ്ട്. അതും കൂടെ ഇപ്പം തീർന്നു. നോ സീറോ വേസ്റ്റേജ് ഓഫ് ഫുഡ്സ്. എല്ലാം കഴിക്കണം, ഒന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല. ഫുഡ് അടിപൊളിയാണ്. ആ റേറ്റ് ഞാൻ അത് കത്തിയാന്ന് പറഞ്ഞു. പക്ഷേ ആ റേറ്റിനുള്ള സാധനം ഉണ്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല. ജഗതി പറയുന്ന പോലെ പടയപ്പ ആ ഒരു സംഭവമായിരുന്നു. വയറ് നിറഞ്ഞു പോയി. അടിപൊളി ഫുഡായിരുന്നു, ഒന്നും പറയണ്ട. പൈസക്ക് പുറത്താട്ടോ. ഇവിടെ വൈകുന്നേരമായി, 4 മണിയായി. ഇപ്പോൾ വന്നേക്കുന്നത് നെഹ്റു സയൻസ് സെൻറ്ററിലാണ്. അയ്യോ, മാടുത്ത് നല്ല ടയർഡായി, നല്ല ചൂടുണ്ട്. അപ്പോൾ തന്നെ ഫുഡും കൂടെ കഴിച്ചപ്പോഴത്തേക്കും ആകെ ആടെ പടായി. നമ്മുടെ ഗൈഡ് നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ടേക്ക്. ഇതാണ് നമ്മുടെ സ്ഥലം, നെഹ്റു സയൻസ് സെൻറ്റർ.
Oh, this is cool. The dino dance. This guy. ആഹാ വാവിളിക്കുന്നുണ്ടോ? Yes. ഇത് ഞാൻ കാണിച്ചത് നേരത്തെ വിട്ടു കേട്ടോ. ഒരു ഫ്ലൈറ്റ് അല്ല, ഈ ഒരു ഫ്ലൈറ്റ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ബട്ട് ദർ ഇസ് വൺ മോർ. ഞാനിത് ഒരാളെ കയറ്റി എടുത്തിട്ടുണ്ടേ. ഇതെന്തോ ആ ഫ്ലൈറ്റിലുള്ളൊരു പുള്ളിയുണ്ടേ. കൊള്ളാം. ദിസ് വാസ് വർത്ത്. ടെർബോ എഞ്ചിനാണ്. ഡെമോ ഫ്ലൈറ്റ്സ് അല്ല കേട്ടോ. Boeing 787. The engine side. ഇന്ത്യൻ സ്പേസിലുള്ള ഇപ്പോഴത്തെ ഓപ്റ്റേഴ്സിൻ്റെയും നമ്മുടെ വിമാനങ്ങളുടെ കേസ്. ഇതൊരു 14 സിലിണ്ടർ ബ്രിസ്റ്റോൾ ഹെർക്കുലസ് റേഡിയൽ എഞ്ചിനാണ്. കണ്ടോ, ഇന്ത്യൻ പലതരം റോക്കറ്റിന്റെ എവല്യൂഷൻ ഓഫ് റോക്കറ്റ്സ്. ഇതാണ് ഫസ്റ്റ് വൺ. അതിങ്ങനെ മുകളിലോട്ട് എല്ലാ ടൈപ്പ് ഓഫ് സ്പേസ് സംഭവങ്ങൾ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു വിമാനം കേട്ടോ മുകളിൽ കെട്ടി വെച്ചേക്കുന്നേ. ഇത് റിയൽ ഫ്ലൈറ്റ്. ഇതൊരു എഞ്ചിൻ, ഫ്ലൈറ്റിന്റെ എഞ്ചിനാണ്. കുഞ്ഞു കുഞ്ഞു സാറ്റലൈറ്റ്സ്, അതിന് ഡെമോ മോഡൽസ് കേട്ടോ.
ഹാലുസിനേറ്റിംഗ്. എന്ത് രസമായിട്ട് ഒരു അറേഞ്ച് ചെയ്ത് നോക്കി. അയ്യോ, ഒന്നും പറയാനില്ല. പണ്ട് കാലത്തെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പണ്ടത്തെ വാളിൻ്റെ ഒക്കെ ചോറയില്ല, പഴയ പൈപ്പുകൾ. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടം കൊണ്ട് നമ്മുടെ ഒന്നാമത്തെ ദിവസത്തെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. നമ്മൾ കുറച്ചധികം സ്പോട്ടുകൾ കവർ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. ആ ട്രാവൽ പാക്കേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. 250 രൂപയ്ക്ക് അവർ അത്യാവശ്യം നല്ല രീതിക്ക് 12 മണിക്കൂറാണ് അവർ പറയുന്നത് കേട്ടോ. 12 മണിക്കൂർ ഈ സ്പോട്ടെല്ലാം കവർ ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു. ആകെ എനിക്ക് ഒട്ടും ഉപകാരമില്ലാണ്ട് തോന്നിയത് അവസാനത്തെ ഒരു 11D സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊരു ഉത്സവപ്പറമ്പിലും അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ വരുന്ന സംഭവം ഉണ്ടല്ലോ, ആ ഒരു സംഭവം 250 രൂപ കൊടുത്ത് കയറിയതിൻ്റെ ഒരു ദണ്ണം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. ആ 250 രൂപയ്ക്ക് മുംബൈ സഫാരി അടിപൊളി സംഭവം തന്നെയാണ്. 250 രൂപയ്ക്ക് നമ്മളിപ്പം ക്യാബ് വിളിച്ചാലോ ബാക്കി വണ്ടി വിളിച്ചാലൊക്കെ നല്ല എക്സ്പെൻസ് ആവും. അത് വെച്ച് നോക്കുമ്പം എനിക്ക് എന്തുകൊണ്ടും നല്ല രീതിക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമേ തോന്നി. നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ അവിടെ വന്ന് ഇറങ്ങാം. അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടെ ഇഷ്ടം പോലെ വണ്ടിക്കാരുണ്ടാവും. ഏത് വണ്ടിക്കാരും കൊണ്ടുപോകും. ഇപ്പൊ ഞങ്ങളുടെ സഫാരി അവസാനിക്കാൻ പോകുന്നത് 10 മണിക്കാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കും. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് എവിടെയെങ്കിലും ഇറങ്ങണമെങ്കിൽ അവരെ ഇറക്കി വിടും നമ്മളെ. ഓക്കെ, നമുക്ക് പോകേണ്ട സ്പോട്ടിലേക്ക് ഇറക്കി വിടും. എന്തുകൊണ്ടും അടിപൊളിയാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് വരാനുണ്ട്, ജിഷ്ണു. എന്നോട് കേരള സന്ദർശിച്ച് പഠിച്ചു, നാട്ടുകാരനാണ്. അവനിവിടെ വർക്ക് ചെയ്യാണ്. സോ ഇന്നത്തെ സ്റ്റേ അവൻ്റെ അടുത്താണ്. വെയിറ്റിംഗ് ഫോർ ഹിം. അവനിപ്പം ഇവിടെ എത്തുന്ന പറഞ്ഞത്.
അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ മുതൽ ഇറങ്ങിക്കൂടെ. ഞങ്ങൾ ഒരുമിച്ച് 10ാം ക്ലാസ് വരെ പഠിച്ചതാണ്. 8, 9, 10. ഞങ്ങളെ കണ്ടാൽ മാറിപ്പോയിരുന്നു പണ്ട്. ഇപ്പം പണ്ട് ഞങ്ങളുടെ ഡിസ്റ്റൻസ് മാറിപ്പോയി. ഞങ്ങൾ പണ്ട് ഒരേപോലെയായിരുന്നു. മെലിഞ്ഞ് ആകെ ഷോക്കായി. ഇപ്പം മെലിഞ്ഞിരിക്കുന്നു. ഞാൻ കുറച്ചത് അടിച്ച് പന്തിക്കൂട്ടി വന്നിരിക്കുന്നു. എന്റെ ആ സാധനം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഒരു ഫലൂദ കഴിച്ചു. ഞാൻ കുറെ ഫുഡ് കഴിച്ചു. പാനിപൂരി കഴിച്ചു. സോ നമ്മളൊരു മട്ടൺ സൂപ്പ്, അല്ല മട്ടൺ അല്ല, എന്തായാലും സൂപ്പ്, ചിക്കൻ്റെ എന്തൊരു സൂപ്പ് പറയുന്നുണ്ട്. മുംബൈ വന്നിട്ട് മുംബൈ ടൈപ്പ് ഫുഡ് കഴിക്കാം. നമ്മൾ ഏത് നാട്ടിൽ പോകുന്നോ അവിടുത്തെ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ട്രൈ. ആ ഗാർലിക്കിന്റെ ഫ്ലേവറൊക്കെ എനിക്ക് ഇതാകുന്നുണ്ട്. ടേസ്റ്റ് ഗുഡ്, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് നമ്മുടെ ഐറ്റം എഗ് ബിരിയാണിയാണ്. ഹിന്ദി പണ്ട് എനിക്ക് അറിയണോ. ഞാൻ പണ്ടേ പഠിച്ച സംഭവം ഹിന്ദിയാണ്. ഹിന്ദി എൻ്റെ ഒരു ഭയങ്കര അഡിക്റ്റഡ് ആയ ഭാഷയായിരുന്നു. അതാ ഇത്ര സമയം ഞാൻ കഴിക്കൂല. നാളെ നമുക്ക് എന്റെ ഫുഡ് കഴിക്കാം. നാളെ എന്റെ ഫുഡ് സ്വന്തം ടൈം കൊണ്ട് കുക്ക് ചെയ്ത ഇതിനകത്ത് മിക്സ് ചെയ്തു. അതായിരുന്നു ഭയങ്കര കളർഫുൾ ബിരിയാണിയാണ്. പച്ച, ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ കളറും ഉണ്ട്. ഒരു ആവറേജ് ബിരിയാണിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ സൂപ്പ് ഈസ് ഓസം. സൂപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ബിരിയാണി എൻ്റെ ഒരു ഇത് ആവറേജാണ്. അടുത്ത ദിവസത്തെ വിശേഷങ്ങളും അടുത്ത ദിവസത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. സൗണ്ടൊന്നും ഇല്ല കേട്ടോ, ഭയങ്കര കാറ്റടിച്ചിട്ട് സീനായി. സോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. നമുക്കെന്താ മറ്റൊരു വീഡിയോ കാണുന്നതിന് വരെ ബൈ ബൈ. Here I am.